നമസ്കാരം. 3ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 3ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലത്തെ യൂണിറ്റ് 1 ആയിട്ടുള്ള ടെൻഡർ ടച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എ സണ്ണി മോർണിംഗ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു സണ്ണി മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? നല്ല തെളിഞ്ഞ അന്തരീക്ഷമുള്ള അല്ലെങ്കിൽ നല്ല സൂര്യപ്രകാശവും ഒക്കെയുള്ള നല്ലൊരു പ്രഭാതത്തിലാണ് നമ്മുടെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് രാവിലെ നടക്കുന്നത് നമുക്ക് നോക്കാം. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. മോർണിംഗ് സൺ, ആ ഒരു പ്രഭാത സൂര്യൻ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? പീപ്ഡ് ത്രൂ ദ വിൻഡോ, ജനാലയിൽ കൂടെ എന്ത് ചെയ്യുന്നു? പീപ്ഡ് ത്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തി നോക്കുക, ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ജനലിൽ കൂടെ ഇങ്ങനെ വന്ന് ഒളിഞ്ഞു നോക്കുക എന്നാണ് പറയുന്നത്. ആരാ ഒളിഞ്ഞു നോക്കുന്നത്? നമ്മുടെ പ്രഭാത സൂര്യനാണ് കേട്ടോ. സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. അപ്പോൾ ആരോ ഇങ്ങനെ ഒരു കുട്ടീനെ വിളിക്കുന്നുണ്ട്. സാഷ എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ സാഷ, ആ ഒരു പേര് ഓർത്ത് വെക്കണം. അപ്പോൾ സാഷനെ ഇങ്ങനെ ആരോ വിളിക്കുന്നുണ്ട്. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ, നേരം വൈകണു, എണീക്കുക എന്ന് പറഞ്ഞിട്ട് ആരോ വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആരായിരിക്കും? മിക്കവാറും നമ്മളൊക്കെ രാവിലെ ഇങ്ങനെ സൂര്യൻ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എണീക്കുന്നില്ല. ആരാ പിന്നെ നമ്മളെ വന്ന് വിളിക്കാറുള്ളത്? നമ്മുടെ അമ്മമാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സാഷേനെ വന്ന് വിളിക്കുന്നത് അമ്മ തന്നെയായിരിക്കും. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആരാണ്? അമ്മയാണ് വന്നിട്ട് നമ്മുടെ സാഷേനെ വളരെ സോഫ്റ്റായിട്ട് വളരെ മയത്തിൽ ഇങ്ങനെ വിളിക്കുകയാണ്, എണീപ്പിക്കുകയാണ്. രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ഷീ വാസ് ഹാഫ് അസ്ലീപ്പ്. അവൾ പകുതി മയക്കത്തിലാണ്. ഹാഫ് അസ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാതി മയക്കത്തിലാണ്, ഉറക്കച്ചടവ് മാറിയിട്ടില്ല. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിൽ എന്താ പറയുക, അമ്മ കുറച്ച് നേരം കൂടെ കഴിയട്ടെ എന്നിട്ട് ഞാൻ എണീക്കാമെന്ന് തന്നെയാണ് നമ്മുടെ സാഷയും പറയുന്നത്. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഇല്ലില്ല, അതൊന്നും പറ്റില്ല, ഇപ്പം തന്നെ ഒത്തിരി വൈകി, അപ്പം നീ വേഗം എഴുന്നേറ്റേ എന്നാണ് നമ്മുടെ അമ്മ പറയുന്നത്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെർ. അങ്ങനെ അമ്മ റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവളെ ഇങ്ങനെ തട്ടുകയാണ്. പാറ്റഡ് ഹെർ എന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടി എണീപ്പിക്കുമല്ലോ, അങ്ങനെ വിളിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ. സാഷ ഗോഡ് ഔട്ട് ഓഫ് ബെഡ് റബിങ് ഹെർ ഐസ്. അപ്പോൾ സാഷ എന്ത് ചെയ്യാണ്? ബെഡിൽ നിന്ന് പതുക്കെ എണീക്കുകയാണ്. റബിങ് ഹെർ ഐസ്, കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ ഉറക്കച്ചടവ് മാറാതെ ഇങ്ങനെ അവൾ അവിടെ നിന്ന് എണീക്കുകയാണ്. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. അപ്പോൾ ഇങ്ങനെ എണീച്ച ഉടനെ അവൾക്കൊരു മണമാണ് വരുന്നത്. എന്താ ഒരു മണം? നല്ലൊരു മണം വരുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നാണ് നമ്മുടെ സാഷ പറയുന്നത്. ഷീ ടൂക്ക് എ ഡീപ് ബ്രെത്ത്. അപ്പോൾ എന്ത് ചെയ്യാണ്? അവൾ നല്ലോണം ശ്വാസം വലിച്ചു വിടുകയാണ്, നല്ലോണം ഒന്ന് മണക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ലോണം ഒന്ന് മണത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മണം കിട്ടുമല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ അവൾ നോക്കുകയാണ്. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് ഓടിപ്പോവാണ്. മദർ ഫോളോഡ് ഹെർ. അപ്പോൾ അമ്മയും അവളെ പിന്തുടർന്നുകൊണ്ട് പുറകെ പോകുന്നുണ്ട്. അടുത്ത സെക്ഷൻ സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. സാഷയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ വിഭവം. അതാണ് നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തോ മണം കണ്ടിട്ട് മണം കിട്ടിയിട്ട് നമ്മുടെ സാഷ കിച്ചണിലോട് ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ എന്താണ് കണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛനാണ് അടുക്കളയിൽ തിരക്കിട്ട് പണി ചെയ്യുന്നത്. അമ്മയല്ല, അച്ഛനാണ് എന്തോ കാര്യമായിട്ട് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സാഷ യുവർ ഫേവറേറ്റ് സ്നാക്ക് ഇസ് റെഡി, ഹി സെഡ്. അപ്പം അച്ഛൻ പറയണേ, സാഷ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ ഷൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ. അപ്പം അമ്മയുടെ അടുത്ത് അവൾ ചോദിക്കുകയാണ്, അമ്മേ ഞാനിതൊന്ന് കുറച്ച് സ്കൂളിലോട്ട് കൂടെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. സാഷ ആസ്ക്ഡ്. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെറ്റ്. അമ്മ പറയണം, ഓ ആയിക്കോട്ടെ, അതിനെന്താ, നീ പോയി റെഡി ആവുക, എന്നിട്ട് നീ സ്നാക്സ് ഒക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടോ എന്ന് നമ്മുടെ അമ്മയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷി വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അങ്ങനെ അവൾ എന്ത് ചെയ്യണം? വാഷ്റൂമിലേക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ കഴിച്ച് അതേപോലത്തെ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് അവൾ എന്ത് ചെയ്യണം? വാഷ്റൂമിലേക്ക് പോവാണ്. ഹമ്മിങ് എ ട്യൂൺ. ഹമ്മിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് ആൾ വാഷ്റൂമിലേക്ക് പോകുന്നത്. സാഷ ആറന്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ, ഹെർ ഫ്രണ്ട്. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് നവീൻ പുറത്ത് വന്നിട്ടുണ്ട്. ആ പേര് ഓർത്ത് വയ്ക്കുക, നവീൻ. സാഷയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നവീൻ. അപ്പം നവീൻ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നവീൻ വിളിക്കുന്നുണ്ട്, സാഷ ആറന്റ് യു റെഡി? ആറന്റ് യു റെഡി യെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇതുവരെയായിട്ട് നീ റെഡി ആയില്ലേ സാഷ എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്ന് നവീൻ വിളിക്കുകയാണ്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവനവിടെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് 5 minutes, സാഷ ഹറീഡ് അപ്പ്. ഒരു 5 മിനിറ്റ് എന്നാണ് അവൾ പറയുന്നത്. സാഷ ഹറീഡ് അപ്പ്. ഹറീഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? തിരക്ക് കൂട്ടുകയാണ്. നേരം വൈകിട്ട് എണീക്കാൻ വൈകിട്ടാണ് കേട്ടോ ആള്. എന്തായാലും ഇപ്പം എന്താണ് നേരം വൈകി തിരക്ക് കൂട്ടണത്. ഇപ്പോൾ വരാട്ടോ ഒരു 5 മിനിറ്റ് എന്ന് നവീനോട് വിളിച്ച് പറഞ്ഞിട്ട് അവൾ അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദ സർപ്രൈസ് എന്നുള്ളതാണ് അടുത്ത സെക്ഷൻ. സാഷ ആൻഡ് നവീൻ റീച്ച് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് സാഷയും നവീനും കൂടെ ഓടി സ്കൂളിൽ എത്തുന്നുണ്ട്. എത്തുമ്പോഴേക്കും എന്തായിട്ടുണ്ട്? ബെല്ലടിക്കാറായിട്ടുണ്ട്. ബെല്ലടിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് അവർ രണ്ടുപേരും കൂടെ സ്കൂളിലോട്ട് എത്തുന്നത്. ഇറ്റ് സ്മെൽസ് നൈസ്.
വാട്ട്സ് ഇൻ യുവർ ബാഗ് നവീൻ ആസ്ക്ഡ്. അപ്പോഴാണ് നവീൻ ശ്രദ്ധിക്കുന്നത് ഇവളുടെ ബാഗിൽ നിന്ന് എന്തോ നല്ലൊരു മണം വരുന്നുണ്ട്. എന്താണത്, അല്ലെങ്കിൽ എന്താ നിൻ്റെ ബാഗിനകത്തുള്ളത് നമ്മൾ നവീൻ ചോദിക്കുക. എന്താണ്, നമുക്ക് ഊഹിക്കാം, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട് അവിടെ എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇവൾക്ക് എന്തോ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവൾ സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതന്നെയായിരിക്കും. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അപ്പോൾ പറയണ അതൊക്കെ ഒരു സർപ്രൈസാണ്, കുറച്ച് നേരം ഒന്ന് നീ വെയിറ്റ് ചെയ്യുമെന്നാണ് നവീൻ്റെ അടുത്ത് പറയുന്നത്. സാഷ took out the tiffin box and opened it. എന്നിട്ട് അവൾ എന്ത് ചെയ്യണം, പതുക്കെ ബാഗ് തുറന്ന് അതിനകത്തുനിന്ന് ടിഫിൻ ബോക്സ് എടുത്ത് തുറന്ന് കാണിക്കുകയാണ്. ഓ ഉണ്ണിയപ്പം, നവീൻ എക്സ്ക്ലെയിംഡ്. അപ്പം എന്തായിരുന്നു അച്ഛൻ രാവിലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഉണ്ണിയപ്പമാണ്. അപ്പം നവീൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ടിട്ട് ഉണ്ണിയപ്പാണല്ലോ എന്നവൻ പറയുകയാണ്. ഓൾ ദ ചിൽഡ്രൻ റഷ് ടുവേർഡ്സ് സാഷ. അത് കേട്ടതും എല്ലാ കുട്ടികളും കൂടി സാഷയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഇസ് എനഫ് ഫോർ എവ്രി വൺ, നവീൻ സർ. അപ്പം നവീൻ പറയാണ്, നിൽക്ക് എല്ലാവരും കൂടെ ഓടി വരുമൊന്നും വേണ്ട, എല്ലാവർക്കും ഉള്ളത് ഇതിനകത്തുണ്ട്, ആർക്കും കിട്ടാതിരിക്കുകയൊന്നുമില്ല, എല്ലാവരും പതുക്കെ വന്നാൽ മതി എന്നവൻ പറയാണ്. അറ്റ് ദാറ്റ് മൊമെന്റ് someone appeared at the window. ആ സമയത്താണ് ആരോ ജനലിൻ്റെ അവിടെ അപ്പിയർ ചെയ്തു. അപ്പിയേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷപ്പെടുക, ആരേനെ അവിടെ സ്കൂളിൻ്റെ ക്ലാസ്സിൻ്റെ ജനലിൻ്റെ അവിടെ കാണുന്നുണ്ട്. ഹേ ഹൂസ് ദാറ്റ്, സാഷ ആസ്ക്ഡ്. അപ്പം അതിന് ആരോ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ സാഷ ചോദിക്കണേ, ആരാ അവിടെ നിൽക്കുന്നേ ജനലിൻ്റെ അവിടെ എന്ന് അവളങ്ങനെ ചോദിക്കുന്നുണ്ട്. എ ഗേൾ അറ്റ് ദ വിൻഡോ. അടുത്ത ടൈറ്റിൽ കണ്ടെത്തുന്നത് നമുക്കറിയാം, ആ ജനലിൻ്റെ അടുത്തുള്ള പെൺകുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവൾ അവിടെ സാഷ കണ്ടിട്ടുള്ളത് ആരെയായിരിക്കും, ജനലിൻ്റെ അരികിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ ആയിരിക്കും. ആ പെൺകുട്ടി ആരാന്ന് നോക്കാം കേട്ടോ. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ എന്ത് ചെയ്യാണ്, ആ വിൻഡോൻ്റെ അവിടെ പോയി നോക്കുകയാണ്. അപ്പോൾ എന്താണ്, അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. ഐ ഹാവ് സീൻ ഹർ സംവർ, ഹി സെഡ്. അപ്പോൾ അവൻ പറയാം, ഞാൻ അവളെ മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട്. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, ക്യൂരിയസ് ആയിട്ട് എന്ത് ചെയ്യണം, ആ പെൺകുട്ടി അവരേനൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഹർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. അപ്പോൾ കാറ്റത്ത് ഇങ്ങനെ അവളുടെ മുടി ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവൾ ഭയങ്കര ക്ഷീണിതയാണ്, ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് ആ കുട്ടി വന്നിട്ടുള്ളത്. സാഷ വെൻ ടു ദ വിൻഡോ. സാഷ അപ്പം എന്ത് ചെയ്യാണ്, ആ ജനലിൻ്റെ അരികിൽ പോയി നോക്കുകയാണ്. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ എന്ത് ചെയ്യാൻ, അവൾ കൊണ്ടുവന്നിട്ടുള്ള ഉണ്ണിയപ്പത്തെന്ന് ഒരെണ്ണം എടുത്തിട്ട് ആ പെൺകുട്ടിക്ക് നേരെ നീട്ടുകയാണ്. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷേ പെൺകുട്ടി എന്താ ചെയ്യുന്നത്, ആ ഉണ്ണിയപ്പം വാങ്ങിക്കാതെ ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. അപ്പോൾ സാഷ ഇങ്ങനെ നോക്കുന്നുണ്ട്, എവിടെ പോയി ഇവള്, എവിടേക്കാണ് പോടിയെന്ന് ഇങ്ങനെ അവൾ നോക്കുന്നുണ്ട്. ബട്ട് ദ ഗേൾ ഡിസപ്പിയേർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷേ ആ പെൺകുട്ടി എന്ത് ചെയ്യാണ്, കുറ്റിച്ചെടികളുടെയൊക്കെ ഇടയിലോട്ട് പോയിട്ട് മറഞ്ഞു പോവുകയാണ്, അവളെന്നെ കാണുന്നില്ല. വേർ ഡസ് ഷീ ലിവ്, സാഷ ആസ്ക്ഡ് നവീൻ. അപ്പം നവീനോട് സാഷ ചോദിക്കുകയാണ്, എവിടെയായിരിക്കും അവൾ ജീവിക്കുന്നുണ്ടാവുക. ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ഉണ്ണിയപ്പം ഒന്നും കഴിക്കാതെ എന്ത് ചെയ്യാണ്, അവളൊന്നും ഓടിപ്പോയില്ല. അപ്പോൾ ഇവൾ എന്തായിരിക്കും പോയിട്ടുണ്ടാവുക എന്നിങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ എവിടെയായിരിക്കും ഇവൾ ജീവിക്കുന്നുണ്ടാവുക എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. ചോദിക്കുന്നത് ആരുടെ അടുത്താണ്, നവീൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. നവീൻ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓൾറെഡി ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ, ഹി സെഡ്. അപ്പം അവൻ പറയണ, എനിക്കറിയില്ല. Poor girl, her clothes are torn, Sasha said. അപ്പോൾ അവൾ പറയും, സാഷ പറയണു, പാവം കുട്ടി, അവളുടെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ട്. ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീറിയിട്ടുണ്ട്, അതായത് പഴയ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പാവം കുട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് സാഷ ഇങ്ങനെ നവീൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ദ ഗേൾ കംസ് എഗെയിൻ. അടുത്ത സെക്ഷൻ ദ ഗേൾ കംസ് എഗെയിൻ എന്നുള്ളതാണ്. ആ പെൺകുട്ടി വീണ്ടും വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. ഇവരുടെ ടീച്ചർ, നമ്മുടെ സാഷയുടെ ടീച്ചർ ഇങ്ങനെ അവർക്കൊരു പോയം, ഒരു കവിത ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നു കവിതയിൽ പറയുന്നത്, ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ കുറിച്ചാണ്. നല്ല സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കും, ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഇൻ ടു എ സ്മൈൽ. ഫ്രൗൺ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നെറ്റി ചുളിച്ച് നോക്കില്ല, നമുക്ക് ടെൻഷൻ വരുമ്പോൾ, കൺഫ്യൂഷൻ വരുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ നെറ്റി ചുളിച്ച് നോക്കും. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുകിടക്കുന്ന ഒരു സിറ്റുവേഷനെ നല്ലൊരു സുഹൃത്തിന് എന്തിന് സാധിക്കും എന്നാണ് പറയുന്നത്, ചേഞ്ച് ഇൻ ടു എ സ്മൈൽ, ഒരു പുഞ്ചിരിയാക്കി മാറ്റാനായിട്ട് സാധിക്കും. എന്ത് പ്രശ്നമാണെങ്കിലും അതിനെ മാറ്റി സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊണ്ട് സാധിക്കും. വെൻ യു ഫീൽ ഡൗൺ, എപ്പോഴൊക്കെ നമ്മൾ ഡൗൺ ആയി പോകുന്നു, എപ്പോഴൊക്കെ നമ്മൾ പ്രശ്നത്തിൽ പെട്ടുപോകുന്നു, അല്ലെങ്കിൽ വിഷമിച്ചു പോകുന്നു, അപ്പോഴൊക്കെയും നമ്മുടെ ആ ഒരു പ്രശ്നത്തിനെ മാറ്റിയിട്ട് ഒരു പുഞ്ചിരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കൊണ്ട് സാധിക്കും എന്നുള്ള രീതിക്ക് ഒരു കവിതയാണ് ആളെടുത്തുകൊണ്ടിരിക്കുന്നത്. മിസ് അനുപമ, ദെയർ ടീച്ചർ വാസ് സിംഗിങ് എ സോങ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇതാരാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മിസ് അനുപമയാണ്. അനുപമ എന്ന് പറയുന്നത് ഇവരുടെ ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ എന്താണ്, ആ ഒരു പാട്ട് ഇങ്ങനെ ക്ലാസ്സിൽ പാടിക്കൊടുക്കുകയാണ്.
സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. പെട്ടെന്ന് സാഷ ഡോറിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി, കുറച്ച് ദിവസം മുന്നേ കണ്ട ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു, അവിടെ വന്ന് നിൽക്കുന്നു. പുവർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ, സാഷ മർമേർഡ്. അപ്പോൾ സാഷ അങ്ങനെ പിറുപിറുക്കുകയാണ്. മർമേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറുപിറുത്തു. എന്താ പറയുന്നത്? പുവർ ഗേൾ, പാവം കുട്ടി. ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ, എനിക്ക് തോന്നുന്നു അവൾക്കും നമ്മുടെ കൂടെ ഇവിടെ അകത്തേക്ക് വരണമെന്നുണ്ടെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, അവളങ്ങനെ പുറത്ത് നിൽക്കല്ലേ, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടിയല്ലല്ലോ. ലിസൺ സെഡ് ദ ടീച്ചർ. ഹിയറിംഗ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. അപ്പം ഇങ്ങനെ സാഷ അവിടെ ഇരുന്ന് പിറുപിറുക്കുന്ന കേട്ടപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാണ്, ശ്രദ്ധിക്കുന്നു വേണ്ടി ലിസൺ എന്ന് പറയുകയാണ്. അപ്പോൾ ടീച്ചറുടെ സൗണ്ട് കേട്ടതും ആ പെൺകുട്ടി എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് വീണ്ടും. അടുത്ത സെക്ഷൻ ലല്ലാബി. ലല്ലാബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താരാട്ടുപാട്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വർ വാക്കിംഗ് ഹോം. സ്കൂൾ കഴിഞ്ഞിട്ട് സാഷയും നവീനും കൂടെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഓൺ ദ വേ ദേ ഹേർഡ് സമ്മൺ സിംഗിങ് എ സോങ്. അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അവരാരോ ഒരു പാട്ട് പാടുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. എന്തായിരുന്നു ആ പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. നമ്മൾ കുറച്ച് മുന്നേ ടീച്ചർ പഠിപ്പിച്ച പാഠത്തിലെ വരികൾ പോലെയുള്ള വരികളാണ്. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്തായിരിക്കും? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് എപ്പോഴും ഒരു കൈ നീട്ടിത്തരുന്നവരായിരിക്കും, നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കും എന്നർത്ഥം വരുന്ന ഒരു കവിതയാണ് ആ ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഏതോ ഒരാളിങ്ങനെ അവിടുന്ന് പാടുന്നതായിട്ട് നമ്മുടെ സാഷയും നവീനും കേൾക്കുകയാണ്. നവീൻ, ഡു യു ഹിയർ ദാറ്റ് സോങ്? സാഷ ആസ്ക്ഡ്. അപ്പോൾ സാഷ നവീനോട് ചോദിക്കുക, നവീനെ നീ ആ പാട്ട് കേട്ടുവോ? ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുക, നീ ആ ഒരു സോങ് കേട്ടുവോ? ദാറ്റ്സ് എ സോങ് അവർ ടീച്ചർ ടോട്ട് അസ് ടുഡേ, നവീൻ റിപ്ലൈഡ്. അപ്പം നവീൻ പറഞ്ഞു, ആ പാട്ട് നമ്മുടെ ടീച്ചർ ഇന്ന് പഠിപ്പിച്ചതല്ലേ. ടോട്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു, നമ്മളെന്നെ ഇന്ന് പഠിപ്പിച്ച കവിതയല്ലേ അല്ലെങ്കിൽ പാട്ടല്ലേ. ബട്ട് ഹൂ സിംഗിങ്, പക്ഷെ ആരാണിപ്പോൾ അത് പാടുന്നത്? കം ലെറ്റ് us ഫൈൻഡ് ഔട്ട്. ശരി, വാ നമുക്ക് പോയി നോക്കാം ആരാണ് ആ പാട്ട് പാടുന്നത് എന്നുള്ളത്. ആരായിരിക്കും? എ പ്ലസന്റ് സർപ്രൈസ്. അതും ഇവിടെ ഒരു സർപ്രൈസ് ആയിട്ടാണ് അവർ പറയുന്നത്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. അപ്പോൾ സാഷയും നവീനും കൂടെ ആ പാട്ട് എവിടുന്നാന്ന് ഇങ്ങനെ തിരഞ്ഞു പോയപ്പോഴാണ് ആ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിക്കുന്നത്. ആ പെൺകുട്ടി എവിടെ നിൽക്കുക? ആ ഒരു മരത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഷി വാസ് ക്രാഡ്ലിങ് ഹർ ലിറ്റിൽ ബ്രദർ. അവളുടെ ചെറിയ ഒരു അനിയൻകുട്ടിയുണ്ട്, അനിയൻകുട്ടീനെ തൊട്ടിലിട്ടിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്രാഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ, തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. സിംഗിങ് ദ സോങ്, ഈ പാട്ടും പാടിക്കൊണ്ട്. അപ്പോൾ ഇവർക്ക് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുത്ത പാട്ട് നമ്മുടെ ആ ഒരു കുട്ടി, അല്ലെങ്കിൽ ആ പേര് പറഞ്ഞിട്ടില്ലാത്ത ആ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, അവളുടെ അനിയനുള്ള താരാട്ട് പാട്ടായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്, നവീൻ വിസ്പർ ടു സാഷ. നവീൻ സാഷയുടെ അടുത്ത് ഇങ്ങനെ മന്ത്രിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ പറയുകയാണ്, എത്ര പെട്ടെന്നാണ് അവൾ ആ പാട്ട് പഠിച്ചത്, നമുക്കാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചതെന്ന്, പക്ഷേ അത് ഒറ്റ തവണ കേട്ടപ്പോഴേക്കും അവളത് പഠിച്ചിരിക്കണു എന്ന് പറയുകയാണ്. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. ഇവർ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്യണം, അവരെ നോക്കി ചിരിക്കുകയാണ്. ഷീ ട്രൈ ടു കോം ഹർ ഡ്രൈ ഹെയർ വിത്ത് ഹർ ഫിംഗേഴ്സ്. അപ്പോൾ വേഗം അവൾ എന്ത് ചെയ്യണം, അവളുടെ മുടിയൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊന്നിങ്ങനെ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. യു സിംഗ് ബ്യൂട്ടിഫുള്ളി, നവീൻ അപ്രീഷിയേറ്റഡ് ഹർ. അപ്പം നവീൻ ഇങ്ങനെ അവളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, നീ നന്നായിട്ട് പാടിയല്ലോ എന്നാണ് നവീൻ പറയുന്നത്. സാഷ വാണ്ടഡ് ടു ഗിവ് ദ ഗേൾ എ ഗിഫ്റ്റ്. അപ്പോൾ സാഷയ്ക്ക് തോന്നുകയാണ് ഇവൾക്ക് ഈ പെൺകുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കേണ്ടതുണ്ട്, അത്രയും നന്നായിട്ടാണ് ആ കുട്ടി പാട്ട് പാടിയിരിക്കുന്നത്. ദ ഗിഫ്റ്റ്. ഇനി എന്താണ് ഗിഫ്റ്റ് എന്ന് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. സാഷ ഓപ്പൺ ഹർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് ദ ബുക്ക്. അപ്പോൾ സാഷ എന്ത് ചെയ്യാണ്, അവളുടെ ബാഗ് തുറന്ന് അതിനകത്തു നിന്നും ഒരു പുസ്തകം എടുക്കുന്നുണ്ട്. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതൊരു ചിത്രകഥയുള്ള ഒരു പുസ്തകമായിരുന്നു. ഹിയർ ഇസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇതാ നിനക്കുള്ളൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് സാഷ പുസ്തകം ആ പെൺകുട്ടിക്ക് കൊടുക്കുകയാണ്. സാഷ ഹാൻഡ് ഇറ്റ് ഓവർ ടു ഹർ. അപ്പോൾ സാഷ എന്ത് ചെയ്യാണ്, ഈ ബുക്ക് പറഞ്ഞിട്ട് ഇത് നീ വെച്ചോളൂ, ഇതെൻ്റെ സമ്മാനമാണെന്ന് പറഞ്ഞ ബുക്ക് എടുത്ത് അവൾക്ക് കൊടുക്കുകയാണ്. ദ ഗേൾ വൈപ്ഡ് ഹർ ഹാൻഡ്സ് ഓൺ ഹർ സ്കേർട്ട്. അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്യാണ്, അവളുടെ കൈയൊക്കെ അവളുടെ പാവാടയിൽ ഇങ്ങനെ തുടക്കുകയാണ്. ഷി റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽഡ്. അതും പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്, നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് ആ ഒരു പുസ്തകം ഏറ്റുവാങ്ങിക്കുകയാണ്. കവിത, ഹൂ ഇസ് ദ ഹർ മദർ കോൾഡ് ഔട്ട്. അപ്പോഴാണ് അകത്തുനിന്ന് ആ പെൺകുട്ടിയുടെ അമ്മ വിളിക്കുന്നത് കേൾക്കുന്നത്. കവിത, ഹൂ ഈസ് ദർ, ആരാ അവിടെ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ പേരെന്താ കുട്ടിയുടെ? കവിത എന്നുള്ളതാണ് കേട്ടോ. ലെറ്റ് us ഗോ. നവീൻ ഹറീഡ് ഹിയറിംഗ് ദ വോയിസ്. അപ്പോൾ അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ നവീൻ പറയാം നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് വേഗം സാഷേനെ കൂട്ടിയിട്ട് പോവാൻ നോക്കുകയാണ്. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. ഐ തിങ്ക് ഷി വിൽ ഹെൽപ്പ് ഹർ, സാഷ സജസ്റ്റഡ്. അപ്പോൾ സാഷ നവീൻ്റെ അടുത്ത് പറയണത് നമുക്ക് എന്ത് ചെയ്യാം, അനു ടീച്ചറുടെ അടുത്ത് കവിതയുടെ കാര്യം പറയാം, ചിലപ്പോൾ അവർക്ക് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. ഇനി ദ സ്മൈൽ എന്ന് പറയുന്ന സെക്ഷനാണ്. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്.
ഇത് അവളുടെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ആ ഒരു പുതിയ പെൺകുട്ടിക്ക് കവിതയ്ക്ക് പുതിയൊരു ലൈഫ്, പുതിയൊരു ജീവിതം കിട്ടാൻ പോവുകയാണ്. സ്കൂളിൽ പഠിക്കാനുള്ള സാഹചര്യം ഒന്നുമില്ലാത്ത കവിതേനെ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഒരു അവസരം അവരെല്ലാവരും കൂടിയിട്ട് സാക്ഷിയും നവീനും അവരുടെ ടീച്ചറൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു അവസ്ഥയിൽ അവളെ ആ ഒരു സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്ന സെക്ഷനാണ് ദ സ്മൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവർ പറയുന്നത്? ഡിയർ ചിൽഡ്രൻ, പ്രിയപ്പെട്ട കുട്ടികളെ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. ഇന്ന് നമുക്ക് പുതിയൊരു സുഹൃത്തുണ്ട്. ആരായിരിക്കും സുഹൃത്ത്? നമ്മുടെ കവിതയാണ് കേട്ടോ. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. കുറച്ച് ദൂരെയുള്ള സ്ഥലത്തു നിന്നാണ് അവൾ വരുന്നത്. ലെറ്റ് us വെൽക്കം ഹർ. നമുക്ക് അവളെ സ്വാഗതം ചെയ്യാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യാണ്? സ്കൂൾ അസംബ്ലിയിൽ കവിതേനെ സ്വാഗതം ചെയ്യുകയാണ്. ഷീ കെയിം ഫോർവേഡ്. അവൾ എന്ത് ചെയ്യാണ്? മുന്നിലോട്ട് വരികയാണ്. ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അവൾ എന്താ ധരിച്ചിരിക്കുന്നത്? അവളുടെ സ്കൂളിൻ്റെ യൂണിഫോമാണ് അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവരി വൺ. അവൾ എല്ലാവരോടും വളരെ നന്നായിട്ട് ചിരിക്കുകയാണ്. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യാണ്? കവിതയുടെ അച്ഛനെയും അമ്മേനെയൊക്കെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാ കുട്ടികളും കൈയടിക്കുന്നുണ്ട്. ഐ കൺഗ്രാജുലേറ്റ് സാഷ ആൻഡ് നവീൻ. എന്നിട്ട് ഹെഡ് മാസ്റ്റർ എന്ത് പറയുകയാണ്? ഞാൻ സാഷയും നവീനെയും അഭിനന്ദിക്കുകയാണ്. എന്തിനാ? ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ us. കാരണം അവർ പറഞ്ഞിട്ടാണ് നമ്മൾ കവിതയുടെ അവസ്ഥ അറിയുന്നത്. കവിതയ്ക്ക് നമ്മുടെ കൂടെ ചേരാനായിട്ട് സാധിച്ചത് ആര് കാരണമാണ്? നമ്മുടെ സാഷയും നവീനും കാരണമാണ്. സാഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡയസ്. എന്നിട്ട് ഹെഡ് മാസ്റ്റർ പറയാണ് സാഷയും നവീൻ ഒന്ന് സ്റ്റേജിലോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യാണ്? കൈയടിച്ചുകൊണ്ട് അവരെ തന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേജിലോട്ട് വരുന്നുണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ടിയേഴ്സ് ഓഫ് ജോയ് എന്ന് പറയുന്നതാണ്. ഒരു ആനന്ദാശ്രു എന്നൊക്കെ പറയും, സന്തോഷക്കണ്ണീര്. സാഷ ആൻഡ് നവീൻ മൂവ് ടുവേർഡ്സ് ദ സ്റ്റേജ്. സാഷയും നവീനും എന്ത് ചെയ്യാണ്? സ്റ്റേജിലോട്ട് മൂവ് ചെയ്യാണ്, സ്റ്റേജിലേക്ക് ചെല്ലുകയാണ്. ദ ഹെഡ് മാസ്റ്റർ ഷൂക്ക് ഹാൻഡ്സ് വിത്ത് ദം. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യണം? രണ്ടുപേർക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ. എല്ലാ കുട്ടികളും വീണ്ടും കൈയടിക്കുന്നുണ്ട്. അപ്ലോഡ് എന്ന് പറഞ്ഞാൽ കൈയടിക്കുന്നതിനാണ് കേട്ടോ. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. കവിത എന്ത് ചെയ്യാണ്? സാഷയും നവീനെ നോക്കുന്നുണ്ട്. ഹർ ഐസ് ബ്രൈറ്റൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ കണ്ണിൽ എന്താണ്? നന്ദി തിളങ്ങി നിൽക്കുക എന്നാണ് പറയുന്നത്. കാരണം തൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും ഈ സ്കൂളിലേക്ക് എത്തിച്ചത് ആരാണ്? സാഷയും നവീനുമാണ്. അപ്പോൾ അതിൻ്റെ നന്ദി അവളുടെ കണ്ണിൽ കാണുന്നുണ്ട്. അനു ടീച്ചർ സോങ് വാസ് എക്കോയിങ് ഇൻ എവരി മൈൻഡ്. എല്ലാവരുടെയും മനസ്സിൽ അനു ടീച്ചർ പാടിക്കൊടുത്ത പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. എന്തായിരുന്നു കവിതയിൽ പറയുന്നത്? നല്ല സുഹൃത്തുക്കൾ എന്തായിരിക്കും? സ്വർണത്തിനേക്കാൾ വിലമതിക്കുന്നതായിരിക്കും. വർത്ത് മോർ ദാൻ ഗോൾഡ്. സ്വർണത്തിനേക്കാൾ വിലമതിക്കുന്നതായിരിക്കും. ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. ഒരു ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്ന എല്ലാ സ്നേഹവും അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് നൽകേണ്ടതുണ്ട്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. ഇത് പറഞ്ഞുകൊണ്ട് അനുപമ ടീച്ചർ എന്ത് ചെയ്യാണ്? മുന്നോട്ട് വന്നിട്ട് കവിതേനെ കെട്ടിപ്പിടിക്കുകയാണ്. ദ ഗേൾ സ്മൈൽഡ്. അപ്പോഴും അവൾ നല്ലൊരു ചിരി ചിരിക്കുന്നുണ്ട്. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹർ ഐസ്. ചെറിയൊരു കുഞ്ഞു തുള്ളി കണ്ണുനീര് എന്ത് ചെയ്യാണ്? അവളുടെ കണ്ണിൻ്റെ ആ ഒരു കോണിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഗ്ലിറ്റേർഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. കാരണം അവളുടെ ആ ഒരു സന്തോഷം കൊണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്തരത്തിലൊരു ജീവിതം അവൾക്ക് കിട്ടിയതിലുള്ള അവളുടെ സന്തോഷമാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്നത്. താങ്ക്